കൊച്ചിയിലെ JK കൺസൾട്ടൻസി മുഖേനയാണ് വിജേഷ് അടക്കമുള്ളവർ ജോലിക്കായി കുവൈത്തിലെത്തിയത്. എന്നാൽ വിസ നൽകിയ കുവൈത്ത് ആസ്ഥാനമായുള്ള KRH കമ്പനി ഉദ്യോഗാർത്ഥികളെ ചതിക്കുകയായിരുന്നുവെന്ന് വിജേഷ് പറയുന്നു. ജോലി ലഭിക്കണമെങ്കിൽ 3 മാസം കഴിയണമെന്നും അതിനുമുമ്പ് ചില രേഖകളിൽ ഒപ്പിട്ട് നൽകണമെന്നും കമ്പനി ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെട്ടത്രേ. എന്നാൽ കുവൈത്തിലുള്ള ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ വിജേഷ് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നാട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പോലുമാകാതെ നൂറുകണക്കിന് മലയാളികളാണ് ഇവിടുത്തെ ക്യാമ്പിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് വിജേഷ് പറയുന്നു. സാലറി ഇല്ലാണ്ട് ഞാൻ ജോലി ചെയ്യില്ല സാറേ അവിടുന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്ര ഒരു പാസ്പോർട്ട് കണ്ട് ചാടി തന്ന് എങ്ങനെ നീ കയറി നാട്ടിലേക്ക് പോയിട്ട് പറ്റി. ബാക്കിയുള്ളവരെല്ലാം അവിടെ കിണിഞ്ഞിട്ടുള്ളൂ. അവരെല്ലാം 1,00,000 50,000 രൂപയൊക്കെ വിസ ചാർജ് കൊടുത്തിട്ട് പോയവരാ. അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് പുറത്ത് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. വിവിധ ജോലികൾക്കായി എറണാകുളത്തെ ഏജൻസിക്ക് ലക്ഷങ്ങൾ നൽകിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ കുവൈത്തിലെത്തിയത്. എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവരാണ് ചതിയിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും. കമ്പനി ഏജന്റുമാർ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതായും വിജേഷ് പറയുന്നു. മീഡിയ 1 കണ്ണൂർ.